ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഷകളിലെ പത്രങ്ങളും ചാനലുകളും വരെ കൂട്ടത്തോടെ കോർപ്പറേറ്റ് വമ്പന്മാർ ഏറ്റെടുക്കുകയാണ്. ഇവർക്കിങ്ങനെ ഇതിന് സർവ്വവിധ സ്വാതന്ത്ര്യവും നൽകുക എന്നതാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം. ആ രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ മാധ്യമരംഗം പൊതുവിൽ തന്നെ കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിൽ ഉള്ളിലായ ഒരു ഘട്ടമാണിത്. രാജ്യതാൽപര്യവും ജനതാൽപര്യവും മുൻനിർത്തിയുള്ള മാധ്യമപ്രവർത്തനത്തെ കോർപ്പറേറ്റ് മൂലധന താൽപര്യവും അതിൻ്റെ വളരുന്ന ദേശീയ തലത്തിലെ അധികാര രാഷ്ട്രീയത്തിൻ്റെ താൽപര്യവും പകരം വെക്കുകയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഒരു വമ്പൻ കോർപ്പറേറ്റ് സ്ഥാപനം അവരുടെ കൈവശമുള്ളത് 28 എക്സ്ക്ലൂസീവ് വാർത്താ ചാനലുകളാണ്. പല നാടുകളിലായി പല ഭാഷകളിലായി പൊതുവെ നിഷ്പക്ഷം എന്ന് കരുതിപ്പോന്ന NDTV വരെ കോർപ്പറേറ്റ് പിടിയിലൊതുങ്ങിയിരിക്കുന്നു. ചങ്ങാത്ത മുതലാളിത്തം മാധ്യമരംഗത്തെ കീഴ്പ്പെടുത്തുമ്പോൾ മറഞ്ഞു പോകുന്നത് സ്വദേശാഭിമാനിയുടെയും കേസരിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ പത്രപ്രവർത്തന മാതൃകകളാണ്. കേരളത്തിൽ തന്നെ നല്ലൊരു ഭാഗം മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ പിടിയിലാണ്. കേരളത്തിൽ കോർപ്പറേറ്റ് താൽപ്പര്യം വാർത്തകളിൽ കലരുന്നത് തുടങ്ങിയിട്ട് കുറേ കാലമായി. മാധ്യമങ്ങളിൽ അതും സ്വതന്ത്ര, നിഷ്പക്ഷ തുടങ്ങിയ വിശേഷണങ്ങൾ എടുത്തണിയുന്ന മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളിൽ രാഷ്ട്രീയം കലരുന്നതിൻ്റെ ചരിത്രത്തിന് അതിലും പഴക്കമുണ്ട്. ഇവിടെ ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് കേരളം രൂപം കൊണ്ടതിന് ശേഷം 1957 ഉണ്ടാകുന്നത്. ആ ഗവൺമെൻറ്റിനെതിരെ നടന്ന അട്ടിമറി സമരം, അന്നതിനെ വിമോചന സമരമെന്നാണല്ലോ വിളിച്ചിരുന്നത്. ആ വിമോചന സമരഘട്ടത്തിൽ CIA പണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വാർത്താ പ്രചരണത്തിന് ഒഴുകി വന്നത് ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് ശൃംഖലയുടെ ഭാഗമാകുമ്പോൾ സംസ്ഥാന താൽപ്പര്യവും ജനതാൽപ്പര്യവും ഹനിക്കപ്പെടുകയാണ്. കോർപ്പറേറ്റ് ശൃംഖലകളുടെ സഹായത്താൽ കൃത്രിമമായി ജനസമ്മതി സൃഷ്ടിക്കുകയും അതിൻ്റെ ബലത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവും. അവ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കല്ല, അവരെ അധികാരത്തിൽ നിലനിർത്തുന്നവരുടെ മൂലധന താൽപ്പര്യങ്ങൾക്കാവും വില കൽപ്പിക്കുക. നാടിൻ്റെ താൽപ്പര്യവും ജനതാൽപ്പര്യവും ഒരുപോലെ കൈയൊഴിയപ്പെടും. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ശൃംഖലകളുടെ ഭാഗമായ മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്ത യൂണിയൻ സർക്കാരിനെതിരെ എന്തെങ്കിലും പറയും എന്ന് കരുതാൻ കഴിയും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനക്ഷേമ വികസന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന കേരള സർക്കാരിനെ ഇത്തരം ആളുകൾ ആക്ഷേപിക്കുന്നതിൽ അത്ഭുതം വല്ലതുമുണ്ട്. മാധ്യമ നിലപാടുകളെ ഇഴകേറി പരിശോധിച്ച് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു പുത്തൻ
മാധ്യമ അവലോകന സംസ്കാരം വ്യാപകമായി രൂപപ്പെടുത്തുകയാണ്. ഈ പുതിയ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയുമൊക്കെ വിലമതിക്കുന്നവർ ചെയ്യേണ്ടത്. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയും സമൂഹത്തെ പുരോഗമനപരമായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വമാണ് ദേശാഭിമാനിക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ നില പരിശോധിച്ചാൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടെ ചില മാധ്യമങ്ങൾ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവർ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയും ഉണ്ടാവുകയാണ്. കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷം ഇതാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഒരു ഇടതുപക്ഷ വിരുദ്ധ നെറേറ്റീവ് ഉണ്ടാക്കണം. അതിന് ഏത് ക്രിമിനൽ കുറ്റത്തെയും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണും. ഇതാണ് അവസ്ഥ. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുടങ്ങുന്നതിനെ പറ്റി. നമ്മുടെ നാട് അതീവ ഗൗരവമായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളും ലഹരിക്കെതിരെയുള്ള നല്ല പ്രചരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സംഭവമാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കളമശ്ശേരി പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. അത് സ്വാഭാവികമായി നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മാധ്യമങ്ങൾ ചിലത് ആ കുട്ടികളുടെ രാഷ്ട്രീയം അന്വേഷിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ അന്വേഷിക്കാൻ പുറപ്പെട്ടപ്പോൾ തങ്ങൾക്ക് അസ്വീകാര്യമായ രാഷ്ട്രീയം അതിലൊരാൾക്കുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഉടനെ ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ പ്രചരണം ആരംഭിച്ചു. പക്ഷേ ആ വിദ്യാർത്ഥി മാത്രമല്ലല്ലോ, മറ്റ് വിദ്യാർത്ഥികളുണ്ടല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വർദ്ധിച്ച അളവിൽ അതേ മയക്കുമരുന്ന് പിടികൂടിയ ഇയാളുടെ ഒപ്പമുള്ള മറ്റൊരാളുടെ ഭാഗമായിട്ട് വരികയാണ്. അപ്പം അയാളുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയമാണെന്ന് വരുന്നു. അതോടെ ആ വിഷയം അപ്പാടെ ഉപേക്ഷിക്കുന്ന നിലയാണ് കാണുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം കലർത്താൻ നോക്കുന്നത്? ഏത് കുട്ടിയായാലും ആ കുട്ടി നമ്മുടെ കുട്ടിയാണല്ലോ. ആ കുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്താണല്ലോ നാം ചെയ്യേണ്ട കാര്യം. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പോവുക എന്നതുമാണല്ലോ സ്വീകരിക്കേണ്ട നടപടി. ഇവിടെ ഇടതുപക്ഷമാണെങ്കിൽ അതിനെതിരെ ആക്രമണം, എന്നാൽ ഇടതുപക്ഷേതരമാണെങ്കിൽ അങ്ങനെ ആക്രമണം വേണ്ട, അതിനെ സ്വീകരിക്കുക. ഇതാണ് മാധ്യമങ്ങൾ ചിലത് സ്വീകരിക്കുന്ന നില. നിങ്ങൾ കഞ്ചാവ് കടത്തണമെങ്കിൽ കഞ്ചാവ് കടത്തിക്കോ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയമാണെങ്കിൽ അതിൽ ഞങ്ങൾ യാതൊരു പരാമർശവും നടത്തില്ല. ഇങ്ങനെയൊരു നില സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ എവിടത്തേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് നാം കാണേണ്ടത്. ഇത്തരം കാര്യങ്ങളെ നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. സർക്കാരാണെങ്കിൽ ഒരു പക്ഷപാതിത്വവുമില്ലാതെ, മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നാടിൻ്റെ താൽപ്പര്യത്തിൽ ലഹരിമരുന്ന് വേട്ട തീവ്രതരമാക്കിയിരിക്കുന്ന ഘട്ടമാണിത്. അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കാതെ
ലഹരിമരുന്ന് വേട്ട നടത്തുന്ന ആ പ്രക്രിയയെ നാം എല്ലാ രീതിയിലും പിന്താങ്ങുകയല്ലേ വേണ്ടത്.